പഹൽഗാം ആക്രമണത്തിന് ശേഷം ഉണ്ടായ ഇന്ത്യ പാക് സംഘർഷവും അതിനുശേഷം ഇന്ത്യ കൊടുത്ത നല്ല ഒന്നാന്തര മറുപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാൻ തൃപ്തരല്ല എന്നുള്ളതാണ് വരുന്ന വാർത്തകൾ. പാക്കിന്റെ നടുവൊടിച്ചിട്ടും വീണ്ടും രണ്ടും കൽപ്പിച്ച് ഇന്ത്യയെ എങ്ങനെ ആക്രമിക്കണം എന്ന ലക്ഷ്യത്തോടെ ഇറങ്ങിയിരിക്കുകയാണ് പാകിസ്ഥാൻ. ഇപ്പോഴത്തെ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് കാശ്മീരിൽ വീണ്ടും പാകിസ്ഥാൻ വെടിയുതിർത്തിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇത് ആദ്യമായിട്ടാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വീണ്ടും പ്രകോപനം ഉണ്ടാകുന്നത്. കാശ്മീർ പൂഞ്ച് സെക്ടറിലാണ് വെടിവയ്പ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഈ പ്രകോപനപരമായ നീക്കത്തിനെതിരെ ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ചിരിക്കുകയാണ്. അതേസമയം കഴിഞ്ഞ ദിവസം പൂഞ്ച് സെക്ടറിൽ അതിർത്തി വഴി നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ഭീകരരുമായി സൈന്യം ഏറ്റുമുട്ടിയിരുന്നു. സംഭവം കഴിഞ്ഞ് 2 ദിവസത്തിന് ശേഷമാണ് പൂഞ്ച് സെക്ടറിൽ വീണ്ടും പാക് പ്രകോപനം ഉണ്ടായിരിക്കുന്നത്. 2019 ജമ്മു കാശ്മീരിൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിന്റെ വാർഷികത്തിലാണ് വെടിവയ്പ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ആളഭയമൊന്നുമില്ല എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്ത. നേരത്തെയും ഇത്തരത്തിൽ വെടിവയ്പിന്റെ മറവിൽ അതിർത്തി കടക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ സേന തെരച്ചിൽ ഇപ്പോൾ ശക്തമാക്കിയിരിക്കുകയാണ്. ഭീകരർക്ക് നുഴഞ്ഞു കയറാൻ വേണ്ടിയാണോ ഇത്തരത്തിൽ പാക് പ്രകോപനം ഉണ്ടാക്കിയത് എന്നുള്ളതാണ് സൈന്യം സംശയിക്കുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കുറച്ചു നാളായി ട്രംപിന്റെ ഭാഗത്തു നിന്നും ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികളാണ് നടന്നു വരുന്നത്. പാകിസ്ഥാനുമായി നയതന്ത്ര ബന്ധത്തിൽ ഏർപ്പെടുമെന്ന ട്രംപിന്റെ വാദം നിലനിൽക്കെ ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്തണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് അതിർത്തിയിൽ പാകിസ്ഥാന്റെ വെടിവയ്പ് നടന്നിരിക്കുന്നത്. എന്നാൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയെ ചൊല്ലി ഇന്ത്യക്കെതിരെ US നടത്തിയ വിമർശനങ്ങളെ ഇന്ത്യ പ്രതിരോധിച്ചത് നല്ല ഒന്നാന്തരം മറുപടിയിലൂടെയാണ്. ഇന്ത്യക്ക് വിലക്ക് നൽകുമ്പോഴും റഷ്യയിൽ നിന്ന് യുറേനിയവും വളവും അമേരിക്ക ഇറക്കുമതി ചെയ്യുന്നത് അമേരിക്ക കാണിക്കുന്ന ഇരട്ടത്താപ്പാണ് എന്നായിരുന്നു ഇന്ത്യ ട്രംപിന് കൊടുത്ത തക്ക മറുപടി. എന്നാൽ ഇതൊന്നും തനിക്ക് അറിയില്ല എന്നായിരുന്നു ട്രംപിന്റെ ഇരട്ടത്താപ്പ് രക്ഷപ്പെടൽ മറുപടി. ആരൊക്കെ പാക്കിന് കുടപിടിച്ചാലും പാക്കിന്റെ ഇത്തരത്തിലുള്ള പ്രകോപനം പാകിസ്ഥാന്റെ അവസാനത്തിനുള്ള ഒരുക്കം തന്നെയാണ്. ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനുള്ള താക്കീത് മാത്രമല്ലായിരുന്നു, ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾ എത്രത്തോളം ഉയർന്നു എന്നുള്ളതിന്റെ ഒരു സാമ്പിൾ കൂടിയായിരുന്നു. ശത്രുവിന്റെ പാളയത്തിൽ കയറി നിലംപരിശാക്കാനുള്ള ഇന്ത്യൻ സൈനിക ശക്തിയെ ലോകരാജ്യങ്ങൾ കൈയടിച്ചു കഴിഞ്ഞു. ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ കണ്ട് അമേരിക്ക ഉൾപ്പെടെ മൂക്കത്ത് വിരൽ വെച്ചു എന്ന് തന്നെ പറയാം. ഇതൊക്കെ കണ്ട് മനസ്സിലായിട്ടും പാഠം പഠിക്കാത്ത പാകിസ്ഥാന് ഇനി ഇന്ത്യ കൊടുക്കുന്നത് ഒരിക്കലും എഴുന്നേൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള മറുപടി തന്നെയായിരിക്കും. കാരണം മുൻകൂട്ടി തന്നെ രാജ്യങ്ങളെ എല്ലാം തന്നെ പാക് നടത്തുന്ന അനാവശ്യ പ്രകോപനങ്ങളും തീവ്രവാദി പിന്തുണയും അറിയിച്ചു കഴിഞ്ഞു. ഏതായാലും വീണ്ടും ഒരു യുദ്ധത്തിലേക്കാണോ ഇന്ത്യയെ പാകിസ്ഥാൻ നയിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ സംശയം.